നാലക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു കിരാതമാണ് വഖഫ് എന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ആഖ്യാനം നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് വഖഫ് എന്നുള്ളതിൻ്റെ പഠനാവശ്യം ഉയരുന്നുണ്ട്. മതപരമായ കാര്യങ്ങൾക്കോ പൊതുനന്മ ഉദ്ദേശിച്ചോ ചാരിറ്റി ആവശ്യാർത്ഥമോ മുസ്ലിം സമൂഹം തങ്ങളുടെ സ്വത്ത് വകകളെയോ ഭൂമിയെയോ പരിപൂർണമായും സൃഷ്ടാവിലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു ഭൂമി വഖഫായി മാറിയാൽ, വഖഫിന്റെ കീഴിൽ ഒരു ഭൂമി വന്നാൽ, ഒരു വസ്തു വന്നാൽ, പിന്നീട് ഒരിക്കലും തന്നെ ആ ഭൂമി, ആ വസ്തു ആ പദവിയിൽ നിന്ന് മാറുന്നില്ല. പിന്നീട് അത് സൃഷ്ടാവിൻ്റെതായി മാറുകയാണ്. ആ ഭൂമിയിൽ നിന്ന്, ആ വസ്തുവകകളിൽ നിന്ന് എടുക്കുന്ന ആദായമെടുപ്പുകളുടെ എല്ലാത്തിൻ്റെയും ഉപയോഗവും എന്ത് ഉദ്ദേശത്തിലാണോ വഖഫാക്കിയിട്ടുള്ളത് ആ ലക്ഷ്യത്തിൽ തന്നെയാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. ഈ ഭൂവകകൾ നോക്കി നടത്തുന്നതിന് വേണ്ടി മുത്തവല്ലി എന്നുള്ള പേരിൽ ഒരാളെയും നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 32 വഖഫ് ബോർഡുകൾ നിലവിലുണ്ട്. അതിന്റെയൊക്കെ കീഴിലായി 9.4 ലക്ഷം ഏക്കറോളം ഭൂമിയും ഉൾപ്പെടെ 8.7 ലക്ഷം വസ്തുവകകളാണ് നിലവിലുള്ളത്. അതിന്റെ മൂല്യം കണക്കാക്കിയാൽ കേന്ദ്ര സർക്കാർ തരുന്ന കണക്കനുസരിച്ച് $1.2 ലക്ഷം മൂല്യമുള്ളതാണ് ഈ വസ്തുവകകളെന്ന് നമുക്ക് കണക്കാക്കുക സാധ്യമാകും. ഈ കണക്കു പ്രകാരം ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമകളായി ഇന്ത്യൻ വഖഫ് ബോർഡ് മാറുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഒരു തുണ്ട് ഭൂമി പോലും വഖഫ് ബോർഡിന് സ്വന്തമായി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളും വസ്തുവകകളെയും അതിന്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണോ നിർവഹിക്കപ്പെടുക എന്നുള്ളത് അതിനെ സംരക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ബോഡി മാത്രമാണ് വഖഫ് ബോർഡ് എന്നുള്ളത്. കേരളത്തിൽ വഖഫ് എന്നുള്ള ചർച്ച ഉടലെടുക്കുന്നത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ വഖഫിന്റേതായി പുതിയതായി കടന്നു വന്ന ഭേദഗതി അനുസരിച്ചുകൊണ്ട് മുനമ്പത്തെ ഭൂമി അത് വഖഫല്ല എന്നോ, വഖഫ് ഭൂമിയായി മുൻകാലങ്ങളിൽ വിൽക്കപ്പെട്ട മുനമ്പത്തെ പ്രദേശങ്ങൾ അത് ആ വിൽപ്പന സാധുവാകുന്നുണ്ടോ എന്നോ ഉറപ്പ് നൽകുന്നില്ല. ഇത്തരത്തിൽ ഒരിക്കൽ പോലും ഈ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത മുനമ്പം വിഷയത്തെ എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് എന്നുള്ള ഒരു ആശയം ഉയരുന്നുണ്ട്. മുനമ്പത്തിലുള്ള അനധികൃതമായി വിൽപ്പന നടത്തിയ ഭൂപ്രദേശങ്ങളെ എല്ലാം തിരിച്ചെടുക്കണമെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇരകൾക്ക് പൂർണ്ണമായും പുനരധിവാസം സാധ്യമാക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കേരളവും മുനമ്പവും ഒക്കെ മാസങ്ങളായി ഇങ്ങനെ പ്രക്ഷോഭമുഖരിതമായി കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഇവിടെയാണ് ഒരു കാലഘട്ടത്തിലും ഒരിക്കൽ പോലും അധികാര ശിരാകേന്ദ്രത്തിന്റെ പരിസരത്ത് പോലും തങ്ങൾക്ക് എത്തിപ്പിടിക്കുക സാധ്യമല്ല എന്ന് ബോധ്യമാകുന്നിടത്ത് ശക്തമായ വർഗീയ ധ്രുവീകരണം നടത്തി അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമത്തെ നാം കാണേണ്ടത്. നമുക്കറിയാം, ഇന്നും 6 മാസത്തോളമായി അടങ്ങാത്ത രോധനങ്ങളായി നമ്മുടെ ചെവികളെ അലോത്സരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് മണിപ്പൂരിന് സംഭവിച്ചത്? ഒരിക്കൽ പോലും ഭരണശിരാകേന്ദ്രത്തിന്റെ അടുത്ത് പോലും ഒരു കാലത്തും എത്താൻ സാധ്യതയില്ലാത്ത മണിപ്പൂരിൽ എങ്ങനെയാണ് ഇന്ന് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് BJP സർക്കാർ കടന്നു വന്നത് എന്ന ചോദ്യമുണ്ട്. അതിനെപ്പറ്റി നാം പഠനങ്ങൾ നടത്തി നോക്കുമ്പോൾ ആദ്യം അവർ കേവലം 9% മാത്രം വരുന്ന മുസ്ലിമീങ്ങളെ ഭീകരരും വർഗീയതയുമാക്കി അവർ ചിത്രീകരിച്ചു. ഈ ഒരു ഭയം അവിടെയുള്ള 42% വരുന്ന ഹിന്ദുക്കളിലേക്കും 41% വരുന്ന ക്രിസ്ത്യാനിയിലേക്കും അവർ പകർന്നു നൽകി. ഇന്ന് കേരളത്തിൽ കർമ്മയും മറുനാടൻ മലയാളിയും ഒക്കെ പകർന്നു നൽകുന്ന വർഗീയ വെറികളുടെ ആവർത്തനങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ഈ ഛർദ്ദിക്കലിലൂടെ, ഈ വർഗീയ ധ്രുവീകരണത്തിലൂടെ അവിടെയുള്ള മുസ്ലിമീങ്ങളെ വേർപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ക്രിസ്ത്യാനികളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് സാധ്യമാവുകയും ആ ക്രിസ്ത്യാനികളെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് സുഗമമായ ജൈത്രയാത്ര നടത്തി അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടന്റെ കിരാതമായ നയത്തെ പിന്തുടർന്നുകൊണ്ട് എല്ലായിടത്തും അത് സാധ്യമാക്കാനുള്ള അവരുടെ ശ്രമമാണ്, ആ ശ്രമത്തിന്റെ ഉദാഹരണമാണ് മണിപ്പൂരിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിൽ വഖഫ് ബോർഡുമായ വിഷയത്തിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എന്താണ് ഇന്ന് മണിപ്പൂരിന്റെ അവസ്ഥ? മണിപ്പൂരിൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികളെ തങ്ങളിലേക്ക് ചേർത്തി നിർത്തിക്കൊണ്ട് അവർ
ഇതിനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇന്ന് തങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത വിധം മണിപ്പൂരിൽ അശാന്തി പടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നമ്മൾ വ്യത്യസ്തമായ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ കേട്ട് ശീലിച്ചു വന്നുണ്ട് റോക്കറ്റ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും. എന്നാൽ ഇന്നലകളിൽ നമ്മൾ കേട്ട വാർത്ത എന്താണ്? നമ്മുടെ കൊച്ചു ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ജില്ലയുടെ അത്രമാത്രം ജനപങ്കാളിത്തമുള്ള മണിപ്പൂർ എന്ന ചെറിയ സംസ്ഥാനത്ത് അവിടെ നിന്ന് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ പരസ്പരം ഡ്രോൺ ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതേപോലെയുള്ള വർഗീയ ധ്രുവീകരണങ്ങളാണ്, ഇതേപോലുള്ള വർഗീയ ആക്രമണങ്ങളാണ് മുനമ്പവും പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെയുള്ള വർഗീയ ആക്രമണത്തിലൂടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് സുഗമമായി യാത്ര ചെയ്യാമെന്നാണ് അവർ എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ നാം ഒരുമയുടെ, ഐക്യത്തിന്റെ, മാനവ സൗഹാർദ്ദത്തിന്റെ, മാനവ സഞ്ചാരത്തിന്റെ പുതിയ മാതൃകൾ തുറന്നു വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ അവസാനിച്ച വലിയൊരു സഞ്ചാരം കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ചത് നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൊടിയോ ബാനറുകളോ അടയാളങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിയുള്ള ആ യാത്രയ്ക്കു ശേഷം ആ യാത്രയുടെ നായകൻ വിവരിക്കുന്നുണ്ട്. കേരളത്തെ വർഗീയ വറയിലൂടെ കൊണ്ടു നടക്കാൻ വല്ലാത്ത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അതിനൊന്നും അംഗീകരിക്കില്ലെന്നും അവർക്ക് ഒരുമിച്ച് നിൽക്കാനാണ് ആഗ്രഹമെന്നും അവർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരുമിച്ച് നൃത്തത്തിലേക്കാണ്, ആ ഐക്യത്തിലേക്കാണ് നാം കടന്നു ചെല്ലേണ്ടത്. ഈ ഐക്യവും ഒരുമിച്ച് നിൽക്കലുമാണ് എല്ലാവിധ വംശീയ വറികളുടെയും എല്ലാവിധ ഭിന്നിപ്പിച്ചു ഭരിക്കൽ ആശയത്തിന്റെയും എല്ലാവിധ ഭിന്നിപ്പിച്ചു ഭരിക്കലിന്റെയും പരിഹാരമെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ആ പരിഹാരമാണ് നിരന്തരമായി നിലനിന്ന ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന്റെ സംഭാവനയായി നമുക്ക് കാണാനാകുന്നത്. നിങ്ങൾ നോക്ക്, ഇന്ത്യൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന വിശേഷണമുണ്ടായിരുന്ന ബ്രിട്ടന്റെ ഭരണത്തെ എങ്ങനെയാണ് നാം തുരത്തിയെടുത്ത്? നമ്മൾ ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ ക്രിസ്ത്യാനികളെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ നാം തോളോട് നിന്നപ്പോ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന അവരുടെ ആശയത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് നമുക്ക് സ്വതന്ത്രമെന്ന ആശയത്തിലേക്ക് കടന്നു വരിക സാധ്യമായി. ഇന്ന് മണിപ്പൂരിൽ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്വതന്ത്ര ഭരണത്തെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിസോറാമിനോട് ചേർന്ന് നിൽക്കണമെന്ന ആശയത്തെയാണ്. ഈ ഇന്ത്യ എന്ന രാജ്യത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ പോലും ഈ പ്രക്ഷോഭത്തിന് ഞങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇന്ന് ആ സംസ്ഥാനത്തിന്റെ അധിപൻ ഈ സംസ്ഥാനത്തിലെ മുഴുവൻ ആളുകളോടും ഞാൻ മാപ്പ് പറയുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഇങ്ങനെയൊരു മാപ്പിൽ തീരുന്നതാണോ നാം തുടങ്ങിവെച്ച ചെറിയ തീപ്പൊരിയിൽ നിന്ന് ഉണ്ടായ ഈ ആളിക്കത്തലുകളെന്ന് എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. ഒന്നിച്ചൊരുമിച്ച് നമുക്ക് നല്ല നാളെ പണയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.